നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബീൻ ഫാമിലി വ്ലോഗറിനോട് 2-3 കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. തനുജയുടെ കാര്യത്തിൻ്റെ വിഷയം തന്നെ, വേറൊന്നുമല്ല. തനിക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ? ബാക്കിയുള്ളൊരു തനുജയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് തനിക്കെന്തോ വേണം? താൻ ചുമ്മാ കയറിയിരുന്ന് വേണ്ടാത്ത വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് പറയാനാണെങ്കിലേ, നെജില നാട്ടുകാരെ പറ്റിച്ചതല്ലേ. നെജിലായിക്ക് വസ്തു ഉണ്ടായിരുന്നു, വീട് വേണമെന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ട് ഇഷ്ടംപോലെ കാശ് കിട്ടി. ആ വീട് മൊത്തം നല്ല അലങ്കാരമാക്കി കിട്ടുകയും ചെയ്ത്, കൊച്ചിന് സ്വർണ്ണങ്ങൾ കിട്ടി, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടംപോലെ സാധനം കിട്ടി. എന്നിട്ടും കൈ നീട്ടുന്നില്ലേ? അത് 3 ഭർത്താക്കന്മാർക്ക് 3 കൊച്ചുങ്ങളാണ്. എത്തീമാന്നും പറഞ്ഞല്ലേ നാട്ടുകാരെ പറ്റിക്കുന്നത് അല്ലേ? അതിലൊരു കൊച്ചു മാത്രമേ ഉള്ളൂ എത്തീം, ബാക്കി 2 കൊച്ചുങ്ങൾക്കും തന്തമാരുണ്ട്. ആണോ അല്ലേ? തനുജയുടെ മോളുടെ തന്ത ജീവിച്ചിരിപ്പുണ്ട്. അവന് നട്ടലില്ലാത്തതുകൊണ്ടാണ്. അവൻ 1 രൂപ ആ കുഞ്ഞിന് കൊടുത്തായിരുന്നെങ്കിൽ അവർ നാട്ടുകാരുടെ മുമ്പിലേ കൈ നീട്ടേണ്ട വരത്തില്ലായിരുന്നു. അവൻ ആ കുഞ്ഞിനെയും തള്ളയും സേഫ്റ്റി ആക്കിയിട്ട് വേണമായിരുന്നു വീണയെന്ന് പറയുന്നുള്ള പുറമൊക്കെ പോകേണ്ടത്. ഞാൻ തനുജയെ വീഡിയോ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല. 2020 SAT ഹോസ്പിറ്റലിൽ ജനുവരി മാസത്തിൽ ഡേറ്റ് എനിക്ക് അത്ര ഓർമ്മയില്ല. ആ കുഞ്ഞും അവളും കൂടെ വന്ന് തന്തയ്ക്ക് വേണ്ടി യാചിക്കുന്ന കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ആ കാഴ്ച ബീൻ കണ്ടായിരുന്നെങ്കിൽ ബീനും തനുജയെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ തനുജ 25,000 രൂപ യൂട്യൂബ് വരുമാനം കിട്ടും. ആ യൂട്യൂബ് വരുമാനം കിട്ടിയ 14,000 രൂപ വീട്ടിൻ്റെ വാടക കൊടുക്കണം. പിന്നെ കറണ്ടിൻ്റെ പൈസ, വെള്ളത്തിൻ്റെ കാശ്, ഇത്രയൊക്കെ കൊടുക്കണ്ടേ? അതുകൊണ്ട് എന്തോ ജീവിക്കാൻ. പിന്നെ കുഞ്ഞിൻ്റെ സ്കൂൾ ഫീസ്, വണ്ടി ഫീസ് ഒക്കെ കൊടുക്കണമല്ലോ. ആണോ അല്ലേ? കൊടുക്കണം. താൻ 5 മക്കളുണ്ടെന്ന് പറയുന്നില്ല. തൻ്റെ 5 മക്കളെ നോക്കുന്നത് തൻ്റെ ഭർത്താവ് സുഖമില്ലാത്തതാണ്. താൻ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷേ ആ സ്ത്രീക്ക് ചെയ്യാൻ പറ്റത്തില്ല. 102 കിലോ ഉണ്ട്. അവരുടെ ആ നടത്തേയൊക്കെ കണ്ടാൽ തനിക്ക് അറിഞ്ഞൂടെ? അവരെങ്ങനെയും ജീവിച്ചു പോട്ട്. പിന്നെ ചുരിദാർ ഇടുന്നു, ചുരിദാർ ജാളിയായിട്ട് നടക്കുന്ന അവരത് ഇന്ന് ഒരു ആ കുഞ്ഞിന് ഇഷ്ടമുള്ള സാധനം മേടിച്ചു കൊടുക്കേണ്ട നമ്മൾ പ്രസവിക്കുന്ന തള്ളമാർക്ക് അറിയാലോ നമ്മുടെ കുഞ്ഞിന് നമുക്ക് ഇഷ്ടമുള്ള ആഹാരം മേടിച്ച് കൊടുക്കണമെന്ന് അല്ലേ? അതൊന്നും നമ്മൾ വീഡിയോ ചെയ്യുമ്പം കയറിയിരുന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലടേ. എന്തിനാ വേണ്ടാത്ത കാര്യത്തിന് ചെന്ന് കയറുന്നത്? സനു പറയുന്നത് ഇയാളെ ചെവി കേൾക്കുന്നില്ലേ? സനു എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? സെമീറ വൈഗയുടെ കാശിൻ്റെ പുറത്താണ് സനു തനുജയെയും ഫിജോയെയും ചീത്ത പറയുന്നത്. അല്ലാതൊന്നുമല്ല. ആ പൈസ കൊടുപ്പ് സെമീറയും വൈഗയും നിർത്തട്ടെ. സനു തിരിഞ്ഞ് വൈഗയും സെമീറയും ചീത്ത പറയും. അങ്ങനെയുള്ള വ്യക്തിയാണ്. അവൾക്ക് ആര് കാശ് കൊടുത്താലും അവരെ ചീത്ത വിളിക്കാൻ, വേറുള്ളവരെ ചീത്ത വിളിക്കാൻ അവൾ തയ്യാറാണ്. ആ വാക്ക് കേട്ടിട്ട് ഇയാൾ കയറി വീഡിയോ ചെയ്യല്ലേ? വെറുതെ എന്തിനാ? അവർ ജീവിച്ചു പോയിക്കോട്ടെ. ഇയാൾ 5 മക്കളുമായിട്ട് ജീവിക്കുമല്ലേ? അതേ കണക്ക് അവരും ഒരു കൊച്ചുമായിട്ട് ജീവിച്ചു പോട്ട്. നമ്മളെ കാര്യം നോക്കിയാൽ പോരെ. പിന്നെ ഇത് ഫിജോ പറ്റിപ്പുകാരിയാണ്. അത് അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളാണ്. നമ്മളത് പറയേണ്ട കാര്യമില്ല. അവർ ഓൺലൈനിൽ ബിസിനസ് നടത്തുന്നവരാണ്. ചിലപ്പോൾ 2 ദിവസം 3 ദിവസം, ചിലപ്പോൾ 2 മാസം തുണിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് ഒരു 4 ചുരിദാറിന് ഓർഡർ ചെയ്ത്, ഫിജോയുടെ അടുത്തല്ല, വേറെ 3-4 പേരെടുത്ത്. എൻ്റെ കാശ് പോയതാണ്. എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഒരു 2 മാസമായി. മിക്കയിടത്തും അങ്ങനെ നടക്കുന്ന കാര്യം. അന്നേരം അതിന് പറ്റിപ്പാന്ന് പറയുന്നത്. ചിലപ്പം അവർ ചെക്ക് ചെയ്തൊക്കെ വരുമ്പം താമസം എടുക്കും. ഞാൻ ഒരു 3 മാസത്തിന് മുമ്പ് ഒരു എണ്ണ ഓർഡർ ചെയ്തത്. ഇന്നലെ അതെനിക്ക് വന്ന്. അങ്ങനെയൊക്കെ തന്നെ വരുന്നത്. അതൊക്കെ നമ്മളിപ്പോൾ അവർ പറ്റിപ്പാണ്, ഇവർ പറ്റിപ്പാണ്. പിന്നെ താൻ ചോദിക്കുന്നു, ആ ഗ്രൂപ്പിനകത്തിരുന്ന് ചീത്ത വിളിക്കുന്നെന്ന് ആളുകൾ. ചീത്ത വിളിക്കാതെ എങ്ങനെ ഇരിക്കും? സനുവിൻ്റെ വായിൽ നിന്ന് വീടിന്ന് കേൾക്കുന്നില്ല ആ ഗ്രൂപ്പിലുള്ളവരെ ചീത്ത വിളിക്കുന്നത്. അവർക്ക് കയറി വന്ന് ലൈവിനകത്ത് മെസ്സേജ് ഇടാൻ പറ്റാത്തത് കൊണ്ട് അവർക്കറിയാം അതിനകത്ത് സനുവിൻ്റെ ആൾക്കാരുണ്ട്. ആ ഗ്രൂപ്പിൽ വീണ ഉൾപ്പെടെയുണ്ട്. വീണിനറിയാവോ? അതൊക്കെ തെറ്റല്ലേ? വേറൊരാളെ ഗ്രൂപ്പിനകത്ത് ചാരന്മാരെ വിടുന്നത് നല്ലതാണോ? ഇയാൾ തന്നെ ചിന്തിച്ചിട്ട് പറ. ഇയാൾക്ക് പിന്നെ ആരോ ഒരു ഫോൺ തന്ന് അത് അവരോട് ഞാൻ പറഞ്ഞു ഞാൻ അർഹതപ്പെട്ടതല്ല. അതൊക്കെ വെറുതെ ആടേ. ഇയാളിരുന്ന് കുരയ്ക്കുന്ന കണക്കൊന്നുമല്ല. കാശ് കാണുമ്പം മതിമറക്കുന്ന ആൾക്കാരാണ് ഈ കാലത്ത്. പിന്നെ തനുജയുടെ അമ്മയ്ക്ക് 3 സെൻറ്റ് ഉണ്ടെങ്കിൽ അത് അവരെ പറയുന്നുണ്ടല്ലോ അവരെ 3 മക്കൾക്കുള്ളതാണ്.
സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ഏതൊവർക്കും തോന്നും. അവർക്ക് ആരെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്തിട്ടെ, അവരതിൽ നിന്ന് ജീവിച്ചു പോട്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നില്ലല്ലോ. ഒരു ഉത്തര, ഒരു സിനി, ഇവർക്ക് ഇറക്കുന്ന ഒരു ജോലിയില്ല. നിങ്ങളെല്ലാവരും തനൂജായെയും ഫിജോയെയും വിറ്റ് തിന്നുക, അല്ലെന്ന് പറയാൻ പറ്റുമോ? അവരെ കണ്ടൻ്റാക്കി എടുത്ത് നിങ്ങളങ്ങ് സംസാരിക്കുന്നുണ്ട്. അന്നേരം നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് കയറും. അന്നേരം അവരെ വിറ്റ് തിന്നുന്നതാണ്. അതിനു വേണ്ടിയാണ് നിങ്ങളൊരു 4-5 ബ്ലോഗർമാരിരിക്കുന്നത്. സനു ആരെയൊക്കെ ചീത്ത വിളിക്കുന്നതെന്ന് കേൾക്കാൻ വയ്യേ? അല്ലാതെ ഗ്രൂപ്പിൽ മാത്രം ചീത്ത വിളിക്കുന്ന, ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല, വേറെ ആൾക്കാരെ ചീത്ത. ഈ ആളിൻ്റെ അടുത്ത് കയറി വന്നിന്ന് ചീത്ത പറയാനേ ഗ്രൂപ്പിലുള്ളവർക്ക് വയ്യാത്തത് കൊണ്ടാണ്. എന്നെ കണക്കുള്ളവരാണെങ്കിൽ ഞാൻ മെസ്സേജ് ഇടുന്നുണ്ട്, അവളത് കാണില്ല, എന്നെ എന്തോ ചെയ്തു വെച്ചേക്കുക. ഞാൻ പച്ചത്തെറിയ അവളെ പറയുന്നത്. അങ്ങനെയൊന്നും ഒരാളെ പറയരുത്. താൻ നാളെ ഒരു ദിവസം സനുവിന് എതിരെ വീഡിയോ ചെയ്യും. സനു നാളെ കയറി തൻ്റെ തള്ളയെ വിളിക്കും, പാപ്പായെ വിളിക്കും, ഉമ്മായെ വിളിക്കും, പിന്നെ മക്കളെ വിളിക്കും, ഭർത്താവിനെ വിളിക്കും, തന്നെ വിളിക്കും. അവൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് തനിക്ക് കേൾക്കാൻ വയ്യേ? ആദ്യം നമ്മൾ നല്ലതാവാൻ നോക്കുക, എന്നിട്ട് വേറൊരാളെ കുറ്റം പറയാൻ നോക്കുക കേട്ടോ. എനിക്ക് ഇത്ര മാത്രം പറയാനേ ഉള്ളായിരുന്നു.